വെൽക്കം ടു ഡോക്ടർ അനീസ് അലീസ് മൈൻഡ് വെൽനസ് യൂട്യൂബ് ചാനൽ. ദിസ് ഇസ് മീ യുവർ ശിവാനി ഹിയർ. നമ്മുടെ കമന്റ്സിൽ വന്നിട്ടുള്ള ഒരു ആളുടെ ചോദ്യമാണ് ഇത്. അതായത് ആളുടെ അമ്മയ്ക്ക് നെഞ്ചുവേദന, വയറുവേദന, പുറം വേദന, അങ്ങനെ പല വേദനകളാണ്. അങ്ങനെ ഡോക്ടറെ അടുത്ത് പോയപ്പോൾ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല, പല ടെസ്റ്റുകൾ ചെയ്തു, എല്ലാം നോർമലാണ്. പക്ഷെ ഇപ്പോഴും അമ്മ പറയുന്നത് എന്തോ ഒരു വലിയ രോഗം എനിക്കുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. എപ്പോഴും ഓരോരോ വേദനകൾ അനുഭവപ്പെടുന്ന പോലെ ആൾക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ആ കമന്റിലൂടെ ചോദിച്ചിരിക്കുന്ന ആൾ ചോദിക്കുന്നത്, എൻ്റെ അമ്മയ്ക്ക് ഇനിയിപ്പം എന്തെങ്കിലും സൈക്കാട്രി പരമായിട്ടുള്ള എന്തെങ്കിലും അസുഖങ്ങളാണോ? കാരണം ഡോക്ടേഴ്സ് എല്ലാവരും പറയുന്ന ഒരു സൈക്കാട്രിസ്റ്റിനെ കാണിക്കാനാണ്, കൺസൾട്ട് ചെയ്യാനാണ്. ഒരു 40-45 വയസ്സെത്തി കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് സ്വാഭാവികമായിട്ടും ഉണ്ടാവുന്ന ഒരു പ്രശ്നമാണോ എന്നാണ് ചോദിക്കുന്നത്. തീർച്ചയായിട്ടും ഇത് സാധാരണഗതിയിൽ ഇപ്പം നമ്മളൊരു വേദന ആയിട്ട് ഇപ്പോൾ ഒരാൾ വരുമ്പോൾ, ഇപ്പോൾ ഒരു അമ്മയാണെങ്കിൽ ഇപ്പം നിങ്ങൾ അമ്മ വന്ന് എൻ്റെ അടുത്ത് വേദനകൾ പറയുമ്പോൾ നമ്മൾ അതിനെ പരസ്യമായിട്ട് നിരസിക്കാൻ പാടില്ല. അതിൽ വല്ല ഹിസ്റ്ററി എടുക്കുമ്പോൾ അതിൽ വല്ല കഴമ്പും ഉണ്ടോ എന്ന് നോക്കും. ദാറ്റ് മീൻസ് അമ്മ പറയാണ്, കഴിഞ്ഞ ദിവസം ബാത്റൂമിൽ ഒന്ന് തെന്നി വീണു, അപ്പം അതിന് ശേഷമാണ് ഈ ഷോൾഡർ പെയിൻ തുടങ്ങിയത്. അപ്പം ഞാൻ ആദ്യം എന്താ ചെയ്യുക, ഷോൾഡറിൻ്റെ ഒന്ന് എക്സാമിൻ ചെയ്ത് നോക്കും. എക്സാമിൻ ചെയ്ത് നോക്കുന്നതിൽ എൻ്റെ തൊട്ട് നോക്കുന്നതിലും അതൊന്നും വലിയ പ്രശ്നങ്ങളൊന്നും തോന്നുന്നില്ല എങ്കിലും ഒരു കൺഫർമേഷന് വേണ്ടിയിട്ട് ചിലപ്പോൾ എന്ത് ചെയ്യും, ചിലപ്പോൾ ഒരു മരുന്ന് തരുന്ന് 2 ദിവസം ഒരു പെയിൻ കില്ലർ എന്തെങ്കിലും തന്നിട്ട് നോക്കിയിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് പറയും. ചില ഡോക്ടേഴ്സ് എന്ത് പറയും, അത് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് എക്സ്റേ എടുക്കാൻ പറയും. എക്സ്റേ നോക്കിയിട്ട് അവർ പറയും കാര്യമായിട്ട് പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ വയറുവേദന പറഞ്ഞു. വയറുവേദന പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമ്മൾ വയറിൻ്റെ സ്കാനിങ് എടുക്കും. ഇതിനൊക്കെ ഓരോ റീജിയണൽ വൈസ് ടെസ്റ്റുകൾ ഉണ്ട്. ഇപ്പോൾ സൂപ്പർഫിഷ്യലായിട്ട് ഇനീഷ്യലി നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുന്നത് ആ ടെസ്റ്റുകൾ നോർമലാണ്, അതിൽ കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പോൾ അത് ഓക്കെ. വീണ്ടും നിങ്ങൾ മൾട്ടിപ്പിൾ കാര്യങ്ങൾ നെഞ്ചുവേദന പറയുന്നു. നെഞ്ചുവേദന നോക്കുമ്പോൾ ECG നോക്കും. സ്വാഭാവികമായിട്ടും ECG നോക്കിയപ്പോൾ, കാരണം നമുക്ക് അങ്ങനെ നെഗ്ലക്ട് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾക്ക് അതിനോട് അസോസിയേറ്റഡ് വല്ലതാണോ, അപ്പോൾ ECGയിലും കാര്യമായിട്ട് ഫൈൻഡിങ്സ് ഒന്നും കാണില്ല. ഇങ്ങനെ പല വിഭാഗങ്ങൾ 2-3 ആളുകളിൽ കണ്ടു. അതൊക്കെ പല പെയിനുകളും ഓട് അസോസിയേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്, അസ്വസ്ഥതകളാണ്. സ്റ്റിൽ എല്ലാ ഡോക്ടേഴ്സും പറഞ്ഞു അവർക്ക് പ്രശ്നങ്ങളൊന്നുമില്ല, കാര്യമായിട്ട് ഫൈൻഡിങ്സ് ഒന്നും കാണുന്നില്ല. പിന്നെ നെയിം സേക്കിന് ചില ഗ്യാസ്ട്രിക് മരുന്നുകളും മറ്റുള്ള മരുന്നുകൾ, പെയിൻ കില്ലേഴ്സ് ഒക്കെ തന്നു. 2-3 ദിവസം കഴിച്ചിട്ട് നിർത്തിക്കൊള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. വീണ്ടും നിങ്ങൾ ആ പെയിനറ്റായിട്ട് വരികയാണെന്നുവെങ്കിൽ അപ്പോൾ ആ ഡോക്ടേഴ്സ് പറയും നിങ്ങളൊരു സൈക്യാട്രിസ്റ്റിനെ കാണുമെന്ന്. സൈക്യാട്രിസ്റ്റിനെ കാണുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള എല്ലാ മേഖലകളും നോക്കിയപ്പോൾ അതിലൊക്കെ റൂൾ ഔട്ട് ചെയ്തു, അതിലിനി പേടിക്കാനൊന്നുമില്ല. അതേസമയം ആദ്യം തന്നെ ഞാൻ ആ കൺക്ലൂഷനിലേക്ക് എത്താൻ പാടില്ല. എത്താൻ പറ്റണമെങ്കിൽ അങ്ങനെ ഒരു കംപ്ലീറ്റ് ഫൈനൽ ഡയഗ്നോസിസിൽ ഞാൻ കൺഫേം ചെയ്യാൻ എനിക്ക് സാധിക്കണം. അങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്ക് നേരെ ചൊവ്വയിലേക്ക് പോകാം. അല്ലെങ്കിൽ നമ്മൾ അതൊക്കെ ഒന്ന് റൂൾ ഔട്ട് ചെയ്യും, ഒരു ബേസിക് ഫണ്ടമെന്റൽ കാര്യങ്ങൾ. എന്നിട്ടും ഇവർക്ക് വേദന അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിന് ആ ഒരു കണ്ടീഷനെ പറയുന്ന പേരാണ് സൊമറ്റോഫോം ഡിസോർഡർ, അല്ലെങ്കിൽ സൊമറ്റോഫോം പെയിൻ ഡിസോർഡർ, അല്ലെങ്കിൽ അങ്ങനെ സൊമറ്റൈസേഷൻ. ഇങ്ങനെ കുറേ 2-3 കാറ്റഗറി ഡയഗ്നോസിസ് തന്നെ ഉണ്ട് സൈക്യാട്രിയിൽ. അവർക്ക് റിയൽ ആയിട്ട് ആ പെയിൻ വരുന്നുണ്ട്. പക്ഷെ ആ പെയിന് എല്ലാം ഒരു വേദന എന്ന് പറഞ്ഞാൽ നമുക്കൊരു തോന്നൽ തന്നെയാണ്. വേദന എന്ന് പറഞ്ഞാൽ ലോക്കലൈസ് ചെയ്ത് ആ വേദന ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് മനസ്സിലേക്ക് എത്തുമ്പോഴാണല്ലോ നമ്മൾ റിഫ്ലക്ട് ചെയ്യണത്. ആ വേദന നിങ്ങൾക്ക് ഫീൽ ചെയ്യണില്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഈ ഭാഗം നിങ്ങൾക്ക് ഡെഡായി കിടക്കുകയാണ്, ഇവിടുത്തെ സെൽസ് ഒന്നും വർക്ക് ചെയ്യണില്ല എങ്കിൽ നിങ്ങൾ വേദന അറിയോ? ഇല്ല. നിങ്ങളൊരു മുറിവിന് വേദന ഉണ്ട്, നല്ല ബ്ലീഡിങ് ഉണ്ടെങ്കിൽ അത് ഹെൽത്തി വൂണ്ടാന്ന് അർത്ഥം. നല്ല ബ്ലീഡിങ് ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഹെൽത്തി വൂണ്ടാണ്. കാരണം എന്താണ്, അവിടെ ബ്ലഡ് വെസൽസ് വന്നിരിക്കുന്നുണ്ട്, ബ്ലഡ് ഊസിങ് നടത്തുന്നുണ്ട്. ദാറ്റ് മീൻസ് അവിടെ സർക്കുലേഷൻ ശരിക്കും നടക്കുന്ന ഏരിയയാണ്. അവിടെ കാര്യമായിട്ട് ബ്ലഡ് ഒന്നും വരുന്നില്ലെങ്കിൽ, ഒരു മുറിവായിട്ട് വരുന്നില്ലെങ്കിൽ എന്താ അർത്ഥം, അവിടത്തേക്ക് ബ്ലഡ് സർക്കുലേഷൻ എവിടേക്കോ ബ്ലോക്ക് ഉണ്ട്. ദാറ്റ് മീൻസ് എവിടെയൊക്കെ ഇസ്കീമിക് ചേഞ്ചസ് നടക്കുന്നു, ബ്ലഡ് സർക്കുലേഷൻ പ്രോപ്പർ കറക്റ്റ് അല്ല. അപ്പോൾ ഈ ക്രോണിക് സ്മോക്കേഴ്സിനൊക്കെ ആണെങ്കിൽ ഭയങ്കരമായിട്ട് ബ്ലാക്കിഷ് കളറുകൾ കാണാൻ കാണുന്നുണ്ട്. അപ്പോഴൊക്കെ എന്താ വെച്ചാൽ അവിടെയൊക്കെ ഈ രക്തോട്ടം കുറവായിട്ട് അവിടെ സെല്ലുകൾ പലതും ചത്തു. അവിടെ നിന്ന് സെൻസേഷൻ അത്ര ഉണ്ടാവില്ല, സെൻസിറ്റിവിറ്റി അത്ര ഉണ്ടാവില്ല. അവിടെ ഒരു മുറിവ് പറ്റിയാൽ അത്ര ബ്ലീഡിംഗ് ഒന്നും കാണില്ല, ബിക്കോസ് അവിടേക്കുള്ള ഫ്ലോ കുറവാണ്, കുറെ ബ്ലോക്ക് ആയിട്ടുണ്ട്. അപ്പോൾ അതൊരു ഹെൽത്തി ഇതാണ്, മനസ്സിലായില്ല? അപ്പോൾ അങ്ങനെയുള്ള കുറെ കാര്യങ്ങളാണ് നമ്മൾ ഈ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൂടെ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. പലതും ഉണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈസി ആയിട്ട് അങ്ങോട്ട് എഴുതി തള്ളരുത്. അങ്ങനെ വരുമ്പോൾ ഈ തോന്നലുകൾ അവരെ മൈൻഡിൽ നിന്ന് പോകാൻ വേണ്ടിയിട്ട് ഒറ്റയടിക്ക് നമ്മൾ ഇല്ല എന്ന് പറഞ്ഞാൽ അവർക്ക് ആ സിംറ്റംസ് അഗ്രഷൻ കൂടെ ഉള്ളൂ. അപ്പോൾ ആ തോന്നലുകൾ പോകാനൊക്കെ വേണ്ടിയിട്ടുള്ള ചില മെഡിസിൻസ് ആണ് നമ്മൾ കൊടുക്കുക. ആ മെഡിസിൻസ് കൊടുക്കുമ്പോൾ അത് ഗ്രാജ്വലി അതിൻ്റെ ഇൻറ്റൻസിറ്റി, കാഠിന്യം കുറഞ്ഞു വരും. പിന്നെ നമ്മൾ പറയുമ്പോൾ തന്നെ ഇപ്പോൾ വേദന ഉണ്ടോ തമാശയായി പറഞ്ഞാൽ പോലും അവർക്കത് പ്രശ്നമാവില്ല. അവർ പറയാം അതൊക്കെ പോയി ഇപ്പോൾ ഡോക്ടർ, ഇപ്പോൾ അതൊക്കെ പോയി, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഇനി മരുന്ന് നിർത്തിക്കൂടെ, ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളായിരിക്കും. അപ്പോൾ നമ്മൾ പറയും കുറച്ച് കഴിഞ്ഞിട്ട് നിർത്താം, ഇതൊന്ന് സ്റ്റെബിലൈസ് ചെയ്ത് വരട്ടെ എന്നൊക്കെ പറയും. അങ്ങനെ ഗ്രാജ്വലി നിർത്തുകയാണ് പതിവ്. അപ്പോൾ ഇതൊരു ഡയഗ്നോസിസ് തന്നെയാണ്, ഒരു മാനസികമായിട്ടുള്ള സ്ഥിരമായിട്ട് ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം ആളുകൾക്ക് ഉണ്ടാകുന്ന രോഗം തന്നെയാണ്. അതിന് നിസ്സാരവൽക്കരിക്കരുത്. തുടക്കത്തിൽ അതിനെ കിട്ടിക്കഴിഞ്ഞാൽ ട്രീറ്റ്മെൻ്റ് ഒക്കെ കൊടുത്തു കഴിഞ്ഞ് ഇഫ് നെസസറി വേണ്ട കൗൺസിലിംഗ് കൊടുത്തു കഴിഞ്ഞാൽ അവരെ മാറ്റിയെടുക്കാൻ പറ്റും. പക്ഷെ മെഡിസിൻ ഒന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് വെറും കൗൺസിലിംഗ് ചിലപ്പോൾ എഫക്റ്റീവ് ആവില്ല. കാരണം ഈ കൗൺസിലിംഗ് എന്ന് പറഞ്ഞത്
നിങ്ങൾക്ക് അങ്ങനെയൊന്നും ഇല്ല എന്നുള്ളത് ഒറ്റയടിക്ക് ഒരാളോട് അങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് അക്സെപ്റ്റ് ചെയ്യാനും കഴിയില്ല. അപ്പോൾ ആ പ്രശ്നം മനസ്സിനായിട്ട് അസോസിയേറ്റഡ് ആയിട്ട് വരുന്ന എന്നുള്ള അവർ മനസ്സുകൂടി അക്സെപ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം പ്രൈമറി അതിൽ നിന്ന് ആ വേദനയിൽ നിന്ന് അവരൊന്ന് മറികടക്കണം. അവർക്ക് ആ തോന്നൽ ഫീലിങ്സ് പോകണം. പോയി കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ പറയുമ്പോഴേ അതിൻ്റെ അക്സെപ്റ്റൻസ് കൂടുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞതൊക്കെ അതിന് വലിയ പ്രാധാന്യം കൊടുക്കാതെ തട്ടിക്കളയും. അപ്പോൾ പലപ്പോഴും അത് വീണ്ടും പല ഡോക്ടർമാരും ഇങ്ങനെ ഒന്നുമില്ല, കാര്യമായിട്ടൊന്നും ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വീണ്ടും നമ്മൾ ബ്ലെയിം ചെയ്യും ഇത്തരം ആളുകളെ. ഒന്നുമില്ല എന്ന് പറഞ്ഞില്ലേ ഡോക്ടർമാർ, അത് ഒഴിവാക്കിയിട്ട് അപ്പോൾ മറ്റു ഡോക്ടേഴ്സ് അഭിപ്രായപ്പെട്ടിട്ടുണ്ടെങ്കിൽ സൈക്യാട്രിസ്റ്റിനെ കാണാൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ അങ്ങനെ തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും സൈക്യാട്രിക് ഒപ്പീനിയൻ കൂടി തേടുക. ഡോക്ടർ പറയുന്ന ആ കാര്യങ്ങൾ കൂടി മനസ്സിലാക്കിയതിന് ശേഷം പെരുമാറുമ്പോൾ കുറച്ചുകൂടി ഈസി ആയിട്ട് നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. പിന്നെ ഓഫ് കോഴ്സ് മെനോപോസൽ പീരീഡ് സാധാരണ ഒരു 45 വയസ്സിനും ഒരു 55 വയസ്സിനും ഇടയിലാണ് സാധാരണഗതിയിൽ നടക്കുക. അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെറിയ വ്യതിയാനങ്ങളൊക്കെ ഉണ്ടാവും. 40 മുതൽ തുടങ്ങുന്ന ആളുകളും ഉണ്ട് ഏർലിയർ ആയിട്ട്. എന്നാൽ കുറച്ച് ഡിലേ ആയിട്ട് 45, 55ലും 60ലും മെനോപോസൽ പീരീഡിലേക്ക് അറ്റൈൻ ചെയ്യുന്ന ആളുകളുണ്ട്. പക്ഷെ ആ സമയത്ത് ഈസ്ട്രോജൻ എന്ന് പറഞ്ഞ കെമിക്കലിലൊക്കെ കുറേ ചേഞ്ചസ്, നമ്മൾ ഹോർമോണൽ ചേഞ്ചസ് നടക്കുന്ന സമയമാകുമ്പോൾ കുറേ നമ്മളെ മനസ്സിലുള്ള ഇത്തരത്തിലുള്ള തോന്നലുകളൊക്കെ കുറച്ചുകൂടി അതിന് കാഠിന്യം കൂടുകയും സ്വഭാവത്തിലൊക്കെ ചില വൈകല്യങ്ങളൊക്കെ ഉണ്ടാവും. അതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനനുസരിച്ചിട്ടുള്ള മെഡിസിൻസ് ഒക്കെ ആയിരിക്കും നമ്മൾ ചൂസ് ചെയ്യുക. അങ്ങനെ കൊടുക്കേണ്ട കാര്യങ്ങളൊക്കെ ആയിരിക്കും. എന്നാലും ഇതിനെ നിസ്സാരവൽക്കരിക്കരുത്, ട്രീറ്റ്മെൻറ്റ് എടുക്കണം എന്ന് തന്നെയാണ് പറയാനുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഞങ്ങളുടെ കമന്റ് സെക്ഷനിൽ വന്ന് ചോദിക്കാം. അതിനുള്ള ഉത്തരങ്ങളായിട്ട് അടുത്ത എപ്പിസോഡിൽ വരുന്നതായിരിക്കും. ബൈ ബൈ.